ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് എനിക്കിവിടെ സുഖമാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫാണ്. ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നനച്ചുളിയൊക്കെ ഏകദേശം സമാപനത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പ്ലാനിങ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. എന്നിട്ട് പിന്നെ ക്ലീനിങ്ങിലേക്ക് ഇറങ്ങണം എന്നാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പുട്ടാണ്. അപ്പോൾ പുട്ടിലേക്കുള്ള തേങ്ങയൊക്കെ ഞാൻ എളുപ്പത്തിന് ചെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തേങ്ങ ചിരട്ടയിൽ നിന്ന് ഒന്ന് പൂട്ടെടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ നമുക്ക് തേങ്ങ ചെരുക്കിയ പോലെ തന്നെ കിട്ടും. അങ്ങനെ ഇതാ പുട്ടിൻ്റെ മാവൊക്കെ ഞാൻ ഓൾറെഡി ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പുട്ട് തൂക്കിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഓരോ പുട്ടായിട്ട് ചുട്ടെടുക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ തേങ്ങ ചെരുക്കിയിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറുണ്ടല്ലോ, അത് വേഗം അങ്ങോട്ട് കഴുകി വെക്കാൻ നോക്കി കേട്ടോ. നമ്മൾ പണികളൊക്കെ ലേഖടിച്ച് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാം, നമ്മുടെ സിങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കുന്നുകൂടുന്നത് കൊണ്ട് കേട്ടോ. അതുമാത്രമല്ല നമ്മൾ കഴുകുന്ന പാത്രങ്ങൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആവശ്യം കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ക്ലീനാക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പം കുറേ പണി നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഈ കുന്ന് കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് മടി വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ തന്നെ തോന്നില്ല. കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് സമയം അങ്ങനെ പോകും കേട്ടോ. നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ താ ഞാൻ വേഗം എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ അവിടെ വെക്കും കേട്ടോ. അങ്ങനെ ഇതാ ആദ്യത്തെ ആ ഒരു കുറ്റിപ്പുട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ പുട്ട് വെന്തുകൊണ്ട് തന്നെ ഇഷുക്ക് രാവിലത്തെ ആ ഒരു ചായയും കാര്യങ്ങളൊക്കെ വേഗം കൊടുക്കുന്നുണ്ട് കേട്ടോ. അവനക്ക് മദ്രസ പോകാനുള്ളത് കൊണ്ട് തന്നെ പുട്ടും ചായയൊക്കെ വേഗം കഴിക്കാൻ വേണ്ടി കൊടുത്തു കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ ഞാൻ കുറച്ച് അധികം തേങ്ങയും പായവും പിന്നെ പഞ്ചസാരയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് പുട്ടിന് കറിയൊന്നുമില്ല കേട്ടോ, പായം വെച്ചിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവനുള്ളത് വേഗമാക്കി കൊടുക്കും കേട്ടോ. അങ്ങനെ ഇതാ കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് ബാക്കിയുള്ള കുറ്റിപ്പുട്ടും കൂടി ഇതാ ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അതേപോലെ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ബാക്കിയുള്ള തേങ്ങ ഒന്ന് അടിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ട് ചുടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു കേസറോളും അടിച്ചു വെച്ചു കേട്ടോ. അങ്ങനെ ഈ ഒരു കൗണ്ടർ ടോപ്പിലുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ നീക്കുകയാണ് കേട്ടോ. വേണ്ടാത്തതൊക്കെ ഒഴിവാക്കിയിട്ട് കഴുകാനുള്ളതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ആദ്യത്തെ ഒരു പുട്ടും പൊടീൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ പുതിയ പാക്കറ്റ് വാങ്ങിയെന്ന് പൊട്ടിച്ചിട്ടില്ല കേട്ടോ. അഥവാ ആവശ്യം വരും വിചാരിച്ചിട്ട് എടുത്തുകൊണ്ട് വന്നതായിരുന്നേ. അങ്ങനെ ഇതാ കൗണ്ടർ ടോപ്പിലൊക്കെ പുട്ടും പൊടിയും തേങ്ങാപ്പൊടിയും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഒഴിവാക്കി മൊത്തത്തിലൊന്ന് തുടച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 തുടച്ചാൽ തന്നെ അവിടെ വൃത്തിയായിക്കോളൂ കേട്ടോ. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ജോലിക്ക് അപ്പം നമ്മൾ ക്ലീനാക്കി വരികയാണെങ്കിൽ നമുക്കും ഈസി ആവും കേട്ടോ. അങ്ങനെ ഇതാ അവനക്കുള്ള ഫുഡൊക്കെ ഞാൻ പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഹസ്ബൻഡിന് എന്താ ജോലി, ഹസ്ബൻഡ് എവിടെയാണെന്നൊക്കെ കുറേ പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹസ്ബൻഡിന് ഫർണിച്ചർ ഷോപ്പാണ് കേട്ടോ, പാർട്ട്ണർഷിപ്പായിട്ട്. അപ്പോൾ അവർ രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ വീഡിയോയിൽ അങ്ങനെ ഇൻക്ലൂഡ് ആവില്ല കേട്ടോ. പിന്നെ ഒരു സൺഡേ ലീവ് ഉണ്ടാവാൻ ചിലപ്പോൾ സൺഡേയും പോകും കേട്ടോ. അങ്ങനെ ആയതുകൊണ്ടാണ് വീഡിയോയിൽ അധികം ഇല്ലാത്തത് കേട്ടോ. തറവാടാണോ ഒറ്റക്കാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. തറവാടാണ്, ഞങ്ങളിപ്പോൾ ഒറ്റക്കാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ തന്നെ അന്ന് ഉമ്മാൻ്റെ ആണ്ടായിരുന്നു കേട്ടോ. അത് എല്ലാ പ്രാവശ്യവും ഇവിടെ നിന്നാണ് കഴിക്കാറുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നാത്തൂൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അതിവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നായിരുന്നു കഴിച്ചത്. കാരണം സൗകര്യമൊക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടേക്ക് മാറ്റിയതായിരുന്നേ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാറില്ല കേട്ടോ. കാരണം എല്ലാവർക്കും നമ്മളെ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഇഷ്ടമുണ്ടാവില്ല. പിന്നെ എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മൊത്തം ഒന്ന് ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ മുറ്റത്തേക്ക് വന്നിട്ട് മുറ്റൊന്ന് അടിച്ചാരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ മുറ്റടിക്കാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനിയാണ് നമ്മൾ നനച്ചുള്ളിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് കടക്കുന്നത്. ലാസ്റ്റ് എന്ന് വെച്ചാൽ 2-3 വീഡിയോയും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറാത്ത നോമ്പിന് മുമ്പായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം റെഡി ആവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ ഇതാ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കസാര, സ്റ്റൂള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് തേച്ചേക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ കസാരയും ഈ സ്റ്റൂളൊക്കെ നമ്മൾ കൊല്ലത്തിലൊരിക്കലല്ലേ കഴിക്കാറുള്ളൂ. അതും നോമ്പ് അടുപ്പിച്ചിട്ടാണ് കേട്ടോ. മാഷാ അല്ലാ എൻ്റെ കൂടെ ഇതാ നെയ്നും ഉണ്ട് കേട്ടോ. അവൾ സ്റ്റൂളൊക്കെ എടുത്ത് കൊണ്ടുവന്നിടുന്നുണ്ട് കേട്ടോ. അവൾക്ക് വെള്ളത്തിൽ കളിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മക്കൾ നമ്മളെ കണ്ടിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. നമ്മളെന്താണോ ചെയ്യുന്നത്, നമ്മളെന്താണോ പഠിപ്പിക്കുന്നത്, അതാണ് കേട്ടോ മക്കൾ തിരിച്ച് നമുക്കും തരുള്ളൂ.
നമ്മൾ ചെയ്യുന്നതൊക്കെ മക്കളും ചെയ്യും കേട്ടോ. ചില കാര്യങ്ങളൊക്കെ നമ്മൾ കാണാതെ പോകും കേട്ടോ. നമ്മളിങ്ങനെ മക്കൾ എന്തെങ്കിലുമൊക്കെ നമുക്കും സഹായിച്ച് തരുന്ന സമയത്ത് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വലുതാവുമ്പോഴും അവർക്ക് ഒരു ഇഷ്ടമാവും കേട്ടോ. ഞാനിപ്പോഴേ എൻ്റെ മക്കളെ ശീലിപ്പിക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ വലിയ മോനായാലും പാത്രം കഴുകി വെക്കാനും ഒക്കെ ഞാൻ ശീലിപ്പിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയാം കുറച്ചും കൂടിയും കാലം കഴിയുമ്പോഴേ നമ്മളെവിടെയെങ്കിലും ഒന്ന് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഒറ്റക്കായിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വഴി വേണ്ടേ. നമ്മളില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ഈ പണിയൊക്കെ ചെയ്ത് പഠിക്കാൻ എന്താ പറയുക, ഒറ്റക്കാവരുത് അല്ലെങ്കിൽ ഒറ്റക്കായാൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളതും കൂടി അവരെ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അത് നമ്മൾ വലുതായതിന് ശേഷം പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു പോരണം കേട്ടോ. ഞാൻ ആ ഒരു കാഴ്ചപ്പാടാണ് കേട്ടോ മുന്നോട്ട് വെക്കുന്നത്. കാരണം അവരും എല്ലാം അറിയണം, എല്ലാം പഠിക്കണം എന്നുള്ള ആ ഒരു തോട്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ ഓരോ സ്റ്റൂളും ഓരോ കസാരയായിട്ട് ഇതാ ഞാൻ കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീടും നമ്മുടെ മനസ്സും എല്ലാം നമ്മൾ നോമ്പിനേക്ക് നന്നാക്കുന്നുണ്ടല്ലേ. ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സാണ് കേട്ടോ ക്ലിയർ ചെയ്യേണ്ടത്. മനസ്സിൽ എത്രത്തോളം പകയുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം വിദ്വേഷവും ദേഷ്യവും ടെൻഷനും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ മനസ്സാണ്, മനുഷ്യനാണ്, മാറാതിരിക്കും അല്ലെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. മാക്സിമം നമ്മളെ മനസ്സൊക്കെ ഒന്ന് നല്ലതാക്കി മാറ്റുക. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരോട് എന്തെങ്കിലും കുശുമ്പും കുന്നായ്മയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മറന്നേക്കുക, അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കുക. എന്തിനാണ് നമ്മൾ വെറുതെ മറ്റുള്ളവർ നന്നാവുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നത് അവർക്ക് ഇത്ര കിട്ടി അവർക്ക് അത്ര ഉണ്ടല്ലോ എന്നുള്ളത് എന്തിനാ വെറുതെ ബോധേടാവുന്ന ആവശ്യമില്ല കേട്ടോ. നമുക്ക് പഠിച്ചോനെ ഇത്ര തന്നല്ലോ എന്നുള്ളതിൽ അൽഹംദുലില്ലാ എന്ന് പറയാമെന്നല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ഇനിയും കിട്ടണം എന്നുണ്ടെങ്കിൽ പഠിച്ചോനോട് തേടാം കേട്ടോ. എന്നും നമ്മൾ ഇറങ്ങി പോകുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇവിടെ കാവി ഇട്ടത് കൊണ്ട് തന്നെ കുറച്ച് പൂപ്പലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. ഇടയ്ക്ക് ഞാൻ കഴുകാറുണ്ട്. ഇപ്പോൾ കഴുകിയിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ ബ്രഷും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതാ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗവും അതേപോലെ നമ്മുടെ തറൻ്റെ തിണ്ടും ആ ഒരു ഭാഗവും കൂടിയാണ് കേട്ടോ ഇന്ന് ക്ലീനാക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റൂളും കാര്യങ്ങളൊക്കെ കസാര അതൊക്കെ ഒന്ന് ക്ലീനാക്കണം. ഇതേപോലെ ഈ തറയും അതേപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് കൊണ്ടെടുക്കണം എന്നാണ് കേട്ടോ. കൊണ്ടെടുക്കണം എന്ന് വെച്ചാൽ ക്ലീൻ ആക്കണം എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ ആദ്യത്തെ ടാസ്ക് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേതാണ് കേട്ടോ ഈ തറേൻ്റെ അവിടെയും സ്റ്റെപ്പ് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ തറയും രണ്ട് ഭാഗത്തുള്ള തറയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. അത്യാവശ്യം നല്ലപോലെ വെള്ളം ഉപയോഗിക്കണം കേട്ടോ. നെഞ്ചുളി എന്ന് പറയുന്നത് വെള്ളം കൊണ്ടുള്ള ഒരു കളി തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മൊത്തം ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ആക്കിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇതാ നമ്മൾ കൊലായി ഉണ്ടല്ലോ, കൊലായും കൂടി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ അലക്കാനുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും നനച്ചുളിയും കാര്യങ്ങളൊക്കെ എടുക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് അയക്കേണ്ടി കേട്ടോ. ഇപ്പോൾ ഇതാ നോമ്പൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ എല്ലായിടത്തും കാണുന്ന ഒന്നാണ് കേട്ടോ നനച്ചുളിയും കാര്യങ്ങളൊക്കെ. കസാരയും പാത്രങ്ങളൊക്കെ മുറ്റത്തുണ്ടാവും കഴുകാൻ വേണ്ടിയിട്ട് കേട്ടോ. ആരെങ്കിലും ഒരാൾ വന്നാൽ ഇപ്പം വരുമ്പോൾ നമുക്ക് അത്ര ടെൻഷൻ ഉണ്ടാവില്ല. കാരണം എല്ലാ വീട്ടിലും എന്താ പറയുക ഇതേപോലെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പിന്നെ പുറമേ നിന്ന് ഒരാൾ വന്ന് വിചാരിച്ചിട്ട് ടെൻഷനില്ല കേട്ടോ. ഇതുപോലെ ഡീപ്പായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തായാലും വൈകുന്നേരം ആവുമല്ലോ നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഒരു 2-3 പ്രാവശ്യം ഞാനിതാ നമ്മുടെ കൊലായും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ പെയിൻറ്റടിയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഒരു ഭാഗം ആകെ പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പെയിൻറ്റ് അങ്ങനെയൊന്നും അടിക്കുന്നില്ലേ. ഉള്ള ഇത് എങ്ങനെയാണോ അത് ക്ലീനാക്കി എടുത്തു കേട്ടോ. പിന്നെ ഇതാ ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ല ഉമ്മാൻ്റെ ആണ്ടായിരുന്നു, അപ്പോൾ ബിരിയാണി ബാക്കി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പോത്ത് ബിരിയാണി ഉണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ ഓർക്കപ്പുളി അച്ചാറും ഒരു പാൽ ചായ ഉണ്ടാക്കി കേട്ടോ. അങ്ങനെ കഴിച്ചതായിരുന്നേ. ഒരു ക്ലീനിങ് എടുക്കുന്നതിന് മുമ്പേ നമുക്ക് വിശക്കുന്നതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വേണം കേട്ടോ. ഇല്ലെങ്കിൽ പണിയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഫുഡ് കഴിക്കാൻ കഴിയൂല കേട്ടോ, ഉണ്ടാവില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.